വെൽക്കം ടു ഫോർവേഡ് സ്റ്റെപ്സ് വ്ലോഗ്സ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് പരീക്ഷയിൽ കേരള ബഡ്ജറ്റ് മാനുവലിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഉപകാരപ്രദമെങ്കിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിജയാശംസകൾ. നിയമസഭയുടെ വോട്ടിംഗിന്റെ പരിധിയിൽപ്പെടാത്ത എക്സ്പെൻഡിച്ചർ. ഉത്തരം: ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ. പ്രതിപക്ഷ നേതാവിന്റെ അലവൻസും മറ്റു ചെലവുകളും ചാർജ് എക്സ്പെൻഡിച്ചറിൽ പെടുമോ? ഉത്തരം: ഉൾപ്പെടില്ല. ഏജൻസി സബ്ജക്റ്റ് എന്നാൽ? ഉത്തരം: കേന്ദ്ര സർക്കാരിനു വേണ്ടി സംസ്ഥാന സർക്കാർ ഭരണനിർവഹണം നടത്തുന്ന വിഷയം. അപ്രോപ്രിയേഷൻ എന്നാൽ എന്ത്? ഉത്തരം: ഒരു പ്രത്യേക ചെലവിനത്തിലേക്കായി നിയമസഭ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഫണ്ട്. ബഡ്ജറ്റ് എന്നത് അറിയപ്പെടുന്നത്? ഉത്തരം: ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു ചെലവിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്ന അക്കൗണ്ട്. ഉത്തരം: അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ്. സംസ്ഥാനത്തിന്റെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത് ആരാണ്? ഉത്തരം: കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. സംസ്ഥാനത്തിനെ സംബന്ധിച്ച് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തയ്യാറാക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? ഉത്തരം: ഗവർണർക്ക്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തയ്യാറാക്കി നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനായി ഗവർണർക്ക് സമർപ്പിക്കുന്ന വാർഷിക റിപ്പോർട്ട്. ഉത്തരം: അപ്രോപ്രിയേഷൻ ആൻഡ് ഫൈനാൻസ് അക്കൗണ്ട്സ്. ഒരു പ്രത്യേക ചിലവിനത്തിനായി നിയമസഭ അനുവദിച്ചു നൽകുന്ന ഫണ്ട്. ഉത്തരം: അപ്രോപ്രിയേഷൻ. ബഡ്ജറ്റ് വർഷം എന്നാൽ എന്ത്? ഉത്തരം: ഒരു സാമ്പത്തിക വർഷം. ബഡ്ജറ്റ് വർഷത്തിന്റെ കാലയളവ്. ഉത്തരം: ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഓഡിറ്റ് റിപ്പോർട്ടുകൾ നിയമസഭ മുമ്പാകെ സമർപ്പിക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ അനുശാസിക്കുന്ന ആർട്ടിക്കിൾ. ഉത്തരം: ആർട്ടിക്കിൾ 151(2). ഒരു സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് ഇനങ്ങളുടെ വിവരങ്ങൾ മുൻകൂട്ടി പറയുന്നത് എവിടെയാണ്? ഉത്തരം: ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ. ചെലവുകളുടെ നിയന്ത്രണ ഉദ്യോഗസ്ഥൻ. ഉത്തരം: ചീഫ് കൺട്രോളിംഗ് ഓഫീസർ. നിയമസഭയുടെ വോട്ടിംഗിന് വിധേയമല്ലാത്ത വരവ് ചെലവുകൾ. ഉത്തരം: ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ. ഡിസ്പേഴ്സിംഗ് ഓഫീസർ എന്നാൽ എന്ത്? ഉത്തരം: സംസ്ഥാനത്തിനു വേണ്ടി പണം പിൻവലിക്കുന്നതിനും വിതരണം നടത്തുന്നതിനും നിയുക്തനായ ഉദ്യോഗസ്ഥൻ. അപ്രോപ്രിയേഷൻ ആക്ടിൽ ഉൾപ്പെടുത്തി ആവശ്യപ്രകാരം ഒരു പ്രത്യേക പ്രവൃത്തി അഥവാ സേവനത്തിന്റെ നടത്തിപ്പിനായി നിയമസഭ അനുവദിക്കുന്ന തുക. ഉത്തരം: ഗ്രാന്റ്. ഡിമാൻഡ് ഫോർ ഗ്രാന്റ് എന്നാൽ എന്ത്? ഉത്തരം: ഒരു പ്രത്യേക ചുമതലയോ സേവനമോ നടത്തുന്നതിന് അതിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കി അതിന്റെ നടത്തിപ്പിന് ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭ മുമ്പാകെ അവതരിപ്പിക്കപ്പെടുന്ന രേഖ. ഒരു പ്രത്യേക ബഡ്ജറ്റ് ഇനത്തിന് സാമ്പത്തിക വർഷത്തിൽ എത്രമാത്രം തുക ഇരുത്തണമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കുന്നതിന് അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ. ഉത്തരം: എസ്റ്റിമേറ്റിംഗ് ഓഫീസർ. എക്സസ് ഗ്രാന്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം: മുൻ സാമ്പത്തിക വർഷങ്ങളിൽ വകയിരുത്തിയതിലും അധികമായുണ്ടായ ചെലവ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി അനുവദിക്കപ്പെടുന്ന ഗ്രാന്റ്. ഒരു പദ്ധതിയുടെ നടത്തിപ്പിനായി വകയിരുത്തിയിരുന്നതിലും അധികമായി ചെലവാകുന്ന തുക മറ്റൊരു പദ്ധതി വിഹിതത്തിൽ നിന്നും വകമാറ്റുന്ന നടപടി. ഉത്തരം: റീ അപ്രോപ്രിയേഷൻ. ഒരു പദ്ധതി നടത്തിപ്പിന് ശേഷം അധികമായുള്ള ഫണ്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് സറണ്ടർ ചെയ്യുമ്പോൾ അത് തത്വത്തിൽ ധനകാര്യവകുപ്പ് അംഗീകരിക്കുന്ന നടപടി. ഉത്തരം: റിസംപ്ഷൻ ഓഫ് ഫണ്ട്സ്. എന്താണ് യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ? ഉത്തരം: ചെലവാക്കുന്ന അധികാരിയുടെ നിയന്ത്രണത്തിലുള്ള ഏറ്റവും കുറഞ്ഞ പദ്ധതി വിഹിതം. ഒരു പദ്ധതിയുടെ നടത്തിപ്പിന് അനുവദിച്ച തുക സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോട് അടുക്കുമ്പോൾ അധികമായി കണ്ടെത്തിയാൽ ധനകാര്യവകുപ്പിന് തിരികെ റിപ്പോർട്ട് നൽകുന്ന നടപടി.
ഉത്തരം സറണ്ടർ. അപ്രോപ്രിയേഷൻ ആക്ട് പ്രകാരം ഷെഡ്യൂളിൽപ്പെടുത്തിയതിലും അധികമായി തുക ഉൾപ്പെടുത്തുന്ന നടപടി. ഉത്തരം സപ്ലിമെന്ററി അപ്രോപ്രിയേഷൻ. ബഡ്ജറ്റിൽ വക കൊള്ളിച്ചിട്ടില്ലാത്ത ഇനത്തിന് തുക വകയിരുത്തുന്നതിനായി നിയമസഭ മുമ്പാകെ അവതരിപ്പിക്കപ്പെടുന്നത്. ഉത്തരം സപ്ലിമെന്ററി ഡിമാൻഡ് ഫോർ ഗ്രാന്റ്. സപ്ലിമെന്ററി ഗ്രാന്റ് എപ്പോഴാണ് ആവശ്യമായി വരുന്നത്? ഉത്തരം വാർഷിക വിഹിതം തികയാതെ വരുമ്പോൾ. പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ പദ്ധതി ചെലവുകളുടെ പുരോഗതി സംബന്ധിച്ച് തയ്യാറാക്കുന്ന പാർട്ട് എ സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുന്നതെന്ത്? ഉത്തരം സ്റ്റേറ്റ് പ്ലാൻ സ്കീംസ്. തന്വർഷ ചെലവിനങ്ങളുടെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം നടപ്പുവർഷത്തെ ആദ്യ 5 മാസത്തെ യഥാർത്ഥ ചെലവിനോടൊപ്പം കഴിഞ്ഞ വർഷത്തെ അവസാന 7 മാസത്തിന്റെ ചെലവുകൾ തമ്മിൽ കൂട്ടി തയ്യാറാക്കുന്നത്. അടുത്ത വർഷത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനുള്ള ഗൈഡ് എന്ന് പറയുന്നത്. ഉത്തരം റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ബഡ്ജറ്റിൽ നഷ്ടത്തിനുള്ള വിഹിതം വകയിരുത്തണമെങ്കിൽ ഏത് വകുപ്പിന്റെ അനുവാദമാണ് ആവശ്യമുള്ളത്? ഉത്തരം ധനകാര്യ വകുപ്പിന്റെ. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്നാൽ ഏത് വകുപ്പിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടാണ്? ഉത്തരം ഭരണനിർവഹണ വകുപ്പിന്റെ. നികുതിയുടെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുന്നത്? ഉത്തരം മുൻവർഷം പിരിച്ചെടുത്തതും ബാക്കി നിൽപ്പുള്ള നികുതിയുടെയും അടിസ്ഥാനത്തിൽ. വരവിലും ചെലവിലും എസ്റ്റിമേറ്റിംഗ് ഓഫീസർ ശ്രദ്ധിക്കേണ്ടത്. ഉത്തരം കേന്ദ്ര സംസ്ഥാന ജീവനക്കാരുടെ അവധി ശമ്പളവും പെൻഷന് വിഹിതങ്ങളും സർക്കാർ കണക്കുകളുടെയും ഇടപാടുകളുടെയും തരംതിരിവുകൾ, ഫിനാൻഷ്യൽ കോഡ്, അക്കൗണ്ട് കോഡ് എന്നിവ വിലയിരുത്തണം. ജീവനക്കാരുടെ മാർച്ച് മാസത്തിലെ ശമ്പളവും അലവൻസുകളും നൽകുന്നതിനുള്ള വിഹിതം ഏത് ബഡ്ജറ്റിലാണ് വകകൊള്ളിക്കുന്നത്? ഉത്തരം അടുത്ത വർഷത്തെ ബഡ്ജറ്റിൽ. നോൺ പ്ലാൻ എസ്റ്റിമേറ്റുകൾ സർക്കാരിലേക്ക് സമർപ്പിക്കേണ്ടുന്ന അവസാന തീയതി? ഉത്തരം സെപ്റ്റംബർ 15. ബഡ്ജറ്റിൽ നികുതി ഇനങ്ങൾ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉൾക്കൊള്ളിക്കുന്നത്? ഉത്തരം നിലവിലുള്ള നികുതി നിരക്കുകളുടെ അടിസ്ഥാനത്തിൽ. ജീവനക്കാരുടെ ശമ്പളവും അലവൻസുകളും അടുത്ത വർഷത്തിലെ മാർച്ച് മാസത്തിലെ ബഡ്ജറ്റിൽ വകയിരുത്തിയ നടപടി വിലയിരുത്തുക. ഉത്തരം ഇത് ക്രമപ്രകാരമാണ്. ഓരോ ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്കും എസ്റ്റിമേറ്റ് തുക തയ്യാറാക്കുമ്പോൾ തുക ക്രമപ്പെടുത്തുന്നത് എപ്രകാരമാണ്? ഉത്തരം അടുത്ത 100ലേക്ക് തുക ക്രമപ്പെടുത്തണം. ഡിക്രീറ്റൽ ക്ലെയിമുകൾ എന്നാൽ എന്ത്? ഉത്തരം കോടതി ഉത്തരവുകൾ പ്രകാരമുള്ള ക്ലെയിമുകൾ. വകുപ്പ് തലവൻ എസ്റ്റിമേറ്റിന്റെ എത്ര കോപ്പി തയ്യാറാക്കണം? ഉത്തരം 2 കോപ്പി. പദ്ധതിയുടെയും റവന്യൂവിന്റെയും ഡിപ്പാർട്ട്മെന്റ് തല എസ്റ്റിമേറ്റ് സെക്രട്ടേറിയറ്റിലെ ഭരണവിഭാഗത്തിൽ സമർപ്പിക്കേണ്ടുന്ന തീയതി? ഉത്തരം നവംബർ 30. ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ പാർട്ട് 2 എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നതിന് ഉദാഹരണം? ഉത്തരം അധിക തസ്തിക സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെലവ്. ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ പാർട്ട് 2 പദ്ധതികളിൽപ്പെടുത്താവുന്ന ചെലവിന് ഒരുദാഹരണം? ഉത്തരം തേയ്മാനം സംഭവിച്ച മെഷീനറികൾ പുതുക്കുന്നതിനുള്ള ചെലവുകൾ. ബഡ്ജറ്റ് തയ്യാറാക്കലിന്റെ ആദ്യത്തെ 4 ഘട്ടങ്ങളും തികച്ചും ഭരണപരമാണ്. 0071 എന്ന കോൺട്രിബ്യൂഷൻ ആൻഡ് റിക്കവറീസ് ടുവാർഡ്സ് പെൻഷൻ ആൻഡ് അതർ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഹെഡിന്റെ എസ്റ്റിമേറ്റിംഗ് ഓഫീസർ ആരാണ്? ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ. തദ്ദേശ സ്വയം ഭരണസ്ഥാപനങ്ങൾക്ക് പുതിയ വർക്കുകൾ ആരംഭിക്കുന്നതിന് വകകൊള്ളിക്കുന്ന വായ്പകൾ ബഡ്ജറ്റിൽ എവിടെ വകകൊള്ളിക്കും? ഉത്തരം പാർട്ട് 2 എസ്റ്റിമേറ്റിൽ. പാർട്ട് 2 പദ്ധതികൾ ആദ്യം പരിശോധിക്കുന്നത് ആരാണ്? ഉത്തരം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ ഭരണവിഭാഗം. പാർട്ട് 2 പദ്ധതികളെപ്പറ്റി പരിശോധിച്ച് ഉപദേശങ്ങൾ നൽകുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്? ഉത്തരം ധനകാര്യ വകുപ്പിനെ. ബഡ്ജറ്റ് എസ്റ്റിമേറ്റുകൾ ഭരണവിഭാഗം പരിശോധിച്ച് പരാമർശങ്ങൾ സഹിതം ധനകാര്യ വകുപ്പിന് എപ്പോൾ സമർപ്പിക്കണം? ഉത്തരം എസ്റ്റിമേറ്റ് ലഭിച്ച് 10 ദിവസങ്ങൾക്കുള്ളിൽ.
ഓരോ ഡിപ്പാർട്ട്മെന്റ് തലവനും പാർട്ട് 2-ൽ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പദ്ധതികളുടെ സംക്ഷിപ്ത വിവരങ്ങൾ സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിക്കേണ്ടുന്ന തീയതി. ഉത്തരം: ഓരോ വർഷവും ഒക്ടോബർ മാസം 1-ാം തീയതിക്ക് മുൻപായി.